ഇന്ന് ഒരു ലെബനീസ് കേരള ഫ്യൂഷനാണ് ചെയ്യാൻ പോകുന്ന ഫിഷ് സയാദിയ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജീരകം, അതായത് ക്യൂമിൻ ഭയങ്കരമായിട്ടും ഫ്ലേവർ ചെയ്ത ഒരു ഡിഷ്. നല്ല പ്രോട്ടീൻ റിച്ചും ഇമ്മ്യൂണോ ബൂസ്റ്റർ ഒരു മീലായത്, ഇതൊരു ഹെവി മീലാണ്. അപ്പം നമുക്ക് ഫിഷ് സയാദിയ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ഇൻസ്പയർ ആൻഡ് ലീഡ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ വറുത്ത് പൊടിച്ച് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, റെഡ് ചില്ലി പൗഡർ, ലൈം ജ്യൂസും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഇട്ട് അരച്ച് പുരട്ടി മീൻ ഒരു 30 to 40 minutes മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന സാൽമണ് ഫിഷ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഫിഷ് വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ റെസ്റ്റ് ഓഫ് ദ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു 3 സവാള നീളത്തിലരിഞ്ഞ് ഒന്ന് വഴറ്റാനിട്ടിട്ടുണ്ട്. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടൊമാറ്റോസാണ് എടുത്തേക്കുന്നത്. ടൊമാറ്റോയുടെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും ഇടാം. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീം കയറണം. ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾ, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ജീരകം, ഇത് വറുത്ത് പൊടിച്ച് ജീരകമാണ് ഇവിടെ ഇടുന്നത്. ഇത് ഇച്ചിരി ഏറെ വേണം. ഒരു 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ജീരകം നമുക്ക് ഇടാം. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2.5-3 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ആവി കയറട്ടെ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ക്യാരറ്റ്സ്, ഇവിടെ ക്യാരറ്റ്സ് ഞാനൊരു 2 ക്യാരറ്റ് നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞെടുത്തേക്കുക. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വെള്ളക്കടല ഒരു 3 കപ്പ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. വെള്ളക്കടല നിങ്ങൾക്ക് ഓപ്ഷനല്ല, ഇടണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ എല്ലാ വെജിറ്റബിൾസും പ്രോട്ടീൻ റിച്ച് ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ചിക്ക്പീസും അതായത് വെള്ളക്കടലയും കൂടെ ഇട്ടേക്കുന്നത്. ഒരു 2 മിനിറ്റ് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത സ്റ്റേജ് റൈസ് ഇടുന്നതിന് മുമ്പേ. അപ്പോൾ റൈസ് ഇടുന്ന മുമ്പേ കുറച്ച് സ്പൈസസ് നമുക്ക് ഇവിടെ ഇടണം. ബേ ലീഫും സിനമൺ സ്റ്റിക്കും കറുവാപ്പട്ടയും പിന്നെ തക്കോളും ഗ്രാമ്പും നമ്മളൊന്ന് ഇടുന്നുണ്ട്. അതുകൂടെ ഡ്രൈ ചെയ്ത് നാരങ്ങ. ഇനി നമ്മൾ 3 കപ്പ് അരിക്കുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് ഞാൻ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടുവെള്ളം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളം തിളയ്ക്കുമ്പം നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി നമുക്ക് അടച്ചു വെച്ച് ഒരു സെമി കുക്ക്ഡ് ആവുന്നവരെ വേവിച്ചെടുക്കാം. ബസ്മതി അരി ആയതുകൊണ്ട് റൈസ് പെട്ടെന്ന് കുക്കായി വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഗാർണിഷിങ് ടൈം. നമുക്ക് ഇച്ചിരി വറുത്ത് വെച്ച ഉള്ളിയും മല്ലിയിലയും പിന്നെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പായിട്ട് റോസ്റ്റ് ചെയ്ത കാഷ്യൂസും ആൽമണ്ട്സും ഇട്ട് കൊടുക്കാം. കാഷ്യൂസും ആൽമണ്ട്സും ഓപ്ഷനല്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഡിഷിൻ്റെ ഹൈലൈറ്റ്, അതായത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത ഫിഷ് ഈ റൈസിൻ്റെ മേളിൽ നിർത്തി വെക്കുക. പിന്നെ ഒരു 10 മിനിറ്റ്സും കൂടെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഈ ഹോൾ ഡിഷ് അടച്ച് വെച്ച് ഒന്ന് സ്റ്റീം കയറ്റണം, അതായത് ദം പോലെ. ഈ സമയത്ത് ഈ ഫിഷിൻ്റെ നെയ്യെല്ലാം ഈ റൈസിലോട്ട് ഇറങ്ങി വരും. അതാ നമ്മുടെ ജീരകത്തിൻ്റെയും ഫ്ലേവർ ചെയ്ത് റൈസിലും ഫിഷിലും ഇരിക്കുന്നത് എൻഹാൻസ് ചെയ്ത് ഒന്നും കൂടെ ഈ ഡിഷിനെ ഒരു സൂപ്പറാക്കും. ഒരു 5 മിനിറ്റ്സ് സ്ലോ ആയിട്ട് സ്റ്റീം ചെയ്ത് ഇവിടെ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം. വാവ്, ഫിഷ് സയാദിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ജീരകത്തിൻ്റെ മണം, പിന്നെ നമ്മുടെ ലൈമിൻ്റെ മണം, നമ്മൾ ഉള്ളി വഴറ്റിയിട്ടതിൻ്റെ മണം,
സ്പൈസസിൻ്റെ മണം എക്സലൻ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ലെബനീസ് കേരള ഫ്യൂഷൻ ഫിഷ് സയാദിയ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതൊരു കംപ്ലീറ്റ് മീല്, വെജിറ്റബിൾസും ഫിഷും പിന്നെ നമ്മുടെ ജീരകത്തിൻ്റെ മുന്നോട്ട് നിൽക്കുന്ന ആ സ്മെല്ലും എല്ലാം കൊണ്ടും ഒരു അൾട്ടിമേറ്റ് എക്സലൻറ്റ് ഡിഷ്. ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് പറയുകയും ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ.